അപ്പൊ ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഈ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബിസിനസ്സിന് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സൊല്യൂഷനിൽ അവർക്ക് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഉള്ളിൽ ഫിനാൻഷ്യൽസ് ഉണ്ടാവണം, ഇൻവെന്ററി ഉണ്ടായിരിക്കണം, പർച്ചേസ് മൊഡ്യൂൾ ഉണ്ടായിരിക്കണം, സെയിൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടാവണം, GST ഉണ്ടായിരിക്കണം, റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം, മാസ്റ്റേഴ്സ് ഉണ്ടാവണം, യൂസർ റോൾസ് ഉണ്ടായിരിക്കണം, അതുപോലെ കോസ്റ്റിംഗ് ഉണ്ടാവണം. ഇതെല്ലാം കൂടി ഇതാണ് ഒരു ERP എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വെറുതെ ബില്ലടിക്കുന്ന സോഫ്റ്റ്വെയറിന് വരെ പേരിട്ട് കൊടുക്കുന്നത് ERP എന്നാ. അവൻ പേരിട്ട് ERP, ഞാനും പേരിട്ട് ERP. അത്രേ ഉള്ളൂ. ഞാൻ ERP എന്നാ, നിങ്ങൾ ERP ആള് കേൾക്കണമെന്ന് അറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ടേ സോഫ്റ്റ്വെയറിന് വില ചോദിച്ചു, എത്ര ലക്ഷം രൂപ വരും. അപ്പൊ അത് അവിടെ ഞാൻ പറഞ്ഞു ഒരു 1 lakhന് മീതി ഉണ്ട് വില. ആള് പറഞ്ഞ സ്പെക്കിന് അത്രയും വരും. എടുത്ത ദിവസം ആളുടെ മകൻ എന്നോട് പറയാ, വേറൊരാള് ERP കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 10,000 രൂപ ഉള്ളൂ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, അത് മേടിച്ചോളാൻ പറഞ്ഞു. അല്ല അത് വേണ്ട, നിങ്ങൾ എന്തെങ്കിലും കുറയ്ക്കേ, ഞാൻ എന്തായാലും അത്ര കുറയില്ല ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞു. നിങ്ങള് പറയണതിനൊരു ഇത് വേണ്ടേ. അത് ഞാൻ അവനൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിലെല്ലാ സാധനങ്ങളും ഉണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു അവൻ. ഞാൻ പറഞ്ഞേ, നിങ്ങളൊരു ഓൾട്ടോ കാർ നോക്കുക, ഒരു BMW നോക്കുക. ഓൾട്ടോ കാറിന് എഞ്ചിൻ ഉണ്ട്, 4 ടയർ ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു 10 ലക്ഷത്തിന് താഴെയായിട്ട് ഓൾട്ടോന്റെ വില എനിക്ക് അറിയില്ല കേട്ടാ. 10 ലക്ഷത്തിന് താഴെയായിട്ട് അത് സാധനം കിട്ടും. BMW നോക്കിയാ ഇതന്നെ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ കാശ് അതിനു വേണ്ടി കൊടുക്കുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ആരും അതൊരു വില കൂടുതലാന്ന് പറയണില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്നെസ് ഇല്ലേ, ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, കോൺഫിഡൻസ്, സ്പീഡ്, എഫിഷ്യൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. അപ്പൊ സംവിധാനങ്ങള് പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് സംവിധാനങ്ങൾ കൂടും. ഇത് നമ്മളെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ERP പേരിട്ടു, ഇവൻ ERP പേരിട്ടു, രണ്ട് ഇംഗ്ലീഷിൽ തന്നെയല്ലേ ERP. പിന്നെ എന്തിട്ടാണ് ഇത്ര കാശ് മേടിക്കുന്നത്? വെറുതെ അവിടെ ഓരോന്ന് കൊണ്ട് കാശ് മേടിക്കുക, അങ്ങോട്ട് പോവാ. പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടാ, അവ ഒരു വട്ടം പോയി കഴിയുമ്പോണ്ടല്ല 8ന്റെ പണി അങ്ങോട്ട് കിട്ടും. അപ്പൊ മനസ്സിലാവും. പിന്നെ വീണ്ടും തിരിച്ചു വരും.